ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ കാരമൽ ബനാന സൺഡേ എന്ന് പറഞ്ഞ ഒരു ഡിസേർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു റോബസ്റ്റ പഴത്തിൻ്റെ ഫ്ലേവറിലുള്ള പഴമാണ്. ഇങ്ങനത്തെ പഴമാണ് നമുക്ക് വേണ്ടത്. റോബസ്റ്റ പഴം അല്ലെങ്കിൽ ഇതുപോലുള്ള പഴം വേണ്ടത്. ഇനി നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഇതിൻ്റെ നടുകിലൂടെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കാരമൽ സോസ് ഉണ്ടാക്കി അതിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്നിങ്ങനെ അലിഞ്ഞു തുടങ്ങുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. ഇനി ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി, കരിഞ്ഞു പോവരുത്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് കൂടുതൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ഒരു കൈപ്പിരസായിരിക്കും ഇതിന് കിട്ടുക. അപ്പോൾ ഈ ഒരു പാനിൻ്റെ ചൂടിൽ തന്നെ ഇത് ഒന്നും കൂടെ ബ്രൗൺ കളർ ആയിക്കോളും. നമുക്ക് ഈ ഒരു ടൈമിൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഈ പഴം കാരമൽ സോസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ പഴത്തിൽ ഈ കാരമൽ സോസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പഴം. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീമും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത്ര വെക്കാം. ഞാനിവിടെ ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകിൽ കാരമൽ സോസ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിക്കുന്നത്. ഇനി ഇത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാരമൽ സോസ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് സോസ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു പിടി നിറച്ച് മിക്സഡ് നട്ട്സ് മുറിച്ചെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇതിനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കാരമൽ ബനാന സൺഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും.
എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.